വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ പിതാവ് അടുത്ത കാലത്ത് എഴുതിയ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പങ്കുവയ്ക്കാനാണ്. മാർപ്പാപ്പ ചാക്രിക ലേഖനങ്ങൾ 4 എഴുതിയിട്ടുള്ളത്. വിശ്വാസ വെളിച്ചം എന്ന പേരിലുള്ള ആദ്യത്തെ ചാക്രിക ലേഖനം, പിന്നീട് അങ്ങേക്ക് സ്തുതി എന്ന പേരിലുള്ള ചാക്രിക ലേഖനം, എല്ലാവരും സഹോദരർ എന്ന പേരിലുള്ള വിശ്വസാഗോദര്യത്തിൻ്റെ ചാക്രിക ലേഖനം, ഇപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനമാണിത്. ലത്തീനിലാണ് ഈ രേഖകളൊക്കെ അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥമിതാ: ദിലെക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്നാണ് ആ ചാക്രിക ലേഖനത്തിൻ്റെ പേര്. തിരുഹൃദയത്തെക്കുറിച്ചും തിരുഹൃദയ ഭക്തിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെയാണ് മാർപ്പാപ്പ പറയുന്നത്. നമ്മൾ പ്രത്യേകം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പിതാവ് പുത്രനെ അയച്ചതും അതിനു വേണ്ടിയാണ്. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവനുണ്ടാകാൻ മാത്രം അവിടുന്ന് ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്ന വചനം നമുക്കറിയാമല്ലോ. അതാണ് സുവിശേഷത്തിൻ്റെ സംഗ്രഹം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. കീ ആയിട്ട് നിൽക്കുന്ന വാക്കാണത്. യോഹന്നാൻ്റെ സുവിശേഷം 3-16 സ്നേഹമാണ്. അതുകൊണ്ടാണ് ഹൃദയം സ്നേഹത്തിൻ്റെ ഇരിപ്പിടമാണ്. ഹൃദയം പ്രതിനിധാനം ചെയ്യുന്നത് സ്നേഹമാണ്. ഈശോയുടെ അനന്തമായ നിരുപാധികമായ സ്നേഹത്തെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു ആനുകാലിക പ്രബോധനമാണ് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പിതാവെന്നറിയപ്പെടുന്ന നമ്മുടെ മാർപ്പാപ്പയിൽ നിന്ന് വിരചിതമായിട്ടുള്ളത്. മുറിവേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഹൃദയത്തെക്കുറിച്ചും ഈശോയുടെ മാനുഷിക ദൈവസ്നേഹത്തെക്കുറിച്ചും മാനുഷികവും ദൈവികവുമായ സ്നേഹത്തെക്കുറിച്ചും ഉത്ബോധിപ്പിക്കുന്ന ഒരു രേഖയാണ് ദിലെക്സിത് നോസ് എന്ന ഈ രേഖ. ഒക്ടോബർ മാസം 24 ഇത് പ്രസിദ്ധീകരിച്ചത്. ഈ കൊല്ലം ഒക്ടോബർ മാസത്തിൽ. ഞാൻ പറഞ്ഞു, ഇത് 4ാമത്തെ ചാക്രിക ലേഖനമാണ്. ക്രിസ്തുവിന്, ഈശോയ്ക്ക് നമ്മോടുള്ള ആഴമേറിയ സ്നേഹവും അവൻ കാണിച്ചിട്ട് തന്നിട്ടുള്ള പ്രത്യേകമായ ശുശ്രൂഷ ചൈതന്യവും, നമുക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയും അവൻ്റെ ജീവിത മാതൃകയും നമ്മൾ കണ്ടുപഠിച്ച് അത് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനും നമ്മളെ ക്ഷണിക്കുന്ന ഒരു അപ്പസ്തോലിക ലേഖനമാണ്, പ്രബോധനമാണ് അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ഈ രേഖയിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കുന്തത്താൽ പിളർക്കപ്പെട്ട ക്രൂശിതൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന് മാനവികതയുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് ഈ രേഖയിൽ മാർപ്പാപ്പ ശക്തമായി ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള ഭാഗം ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തെക്കുറിച്ച് എഴുതുന്നതാണ്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ, അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഈ രേഖ ആരംഭിക്കുന്നത്. പ്രധാനമായി 2 ചിന്തകളാണ് ഇവിടെ നാം കാണുന്നത്. പ്രത്യേകിച്ച് പൗലോസ് ലീഗായുടെ ഈ വാക്കുകളിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വചനവും 39-ാം വചനവും. ഒന്ന്, ക്രിസ്തു നമ്മെ സ്നേഹിച്ചുവെന്നുള്ള ചിന്തയാണ്. അതോടൊപ്പം തന്നെ ആര് നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുമെന്ന ചോദ്യവുമാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് ലീഗ പറയുന്നത്, ഈശോയാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്.
ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ ശ്ലീഹ അത് മനോഹരമായി പറയുന്നുണ്ട് തൻ്റെ ലേഖനങ്ങളിൽ. കുത്തി തുറക്കപ്പെട്ട അവൻ്റെ ഹൃദയം വ്യവസ്ഥകളൊന്നുമില്ലാതെ നമ്മെ സ്നേഹിക്കുന്നു. അവൻ നമുക്കായി കാത്തിരിക്കുന്ന ഹൃദയം. അതാണ് അതിൻ്റെ അർത്ഥം. ഈശോയുടെ ഹൃദയത്തോടുള്ള വണക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, അതാണ് ഈ ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ ചെയ്യുന്നത്. 5 അധ്യായങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു സമ്മറി പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും സൂചിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഹൃദയത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുകയാണ്. 2-ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും വാക്കുകളുമാണ്. അത് ഈശോയുടേതും നമ്മുടേതും അവതരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതും. ഏറെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയം, അതാണ് മറ്റൊരു വിഷയം ഏറെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയം. അടുത്തത് സ്വയം പാനീയമായി നൽകുന്ന സ്നേഹം, നമുക്കായി നൽകുന്ന സ്നേഹത്തിനായുള്ള സ്നേഹം എന്നീ ചിന്തകളാണ് ഈ 5 അധ്യായങ്ങളിലൂടെ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് 1-2 ചിന്തകൾ പറയാം. ഹൃദയത്തിൻ്റെ പ്രാധാന്യം, അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ ചാക്രിക ലേഖനത്തിൽ അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൽ 1-ാം അധ്യായം മനുഷ്യ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു കാട്ടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലോകമെന്നത് മാർപ്പാപ്പ പറയുന്നു ഉപഭോക്തൃ സംസ്കാരമാണ്. അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഒന്നിലും ഒരിക്കലും സംതൃപ്തി അടയാത്ത മനുഷ്യരുള്ള ഒരിടമായി ഇന്ന് ലോകം മാറിയിട്ടുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രമായി വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പാപ്പ പറയുന്നത്. ഹൃദയത്തിൻ്റെ പ്രാധാന്യം ഭാഗ്യമായി പുറമേ മറ്റുള്ളവർ കാണുന്നവയാകണമെന്നില്ല. മറ്റുള്ളവർ നമ്മളെ പുറമേ കാണുന്നതായിരിക്കണമെന്നില്ല. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ മനുഷ്യൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മുടെ ഹൃദയം പുറമേ കാണുന്നതായിരിക്കും. നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ ദുഃഖം മറ്റുള്ളവർ അറിയണമെന്നില്ല, പറഞ്ഞു വെളിപ്പെടുത്തിയില്ലെങ്കിൽ. എന്നാൽ പുറമേ കാണിക്കുന്നവ എന്തായാലും ഉള്ളിൽ ഒളിച്ചവ എന്തായാലും നാം ആയിരിക്കുന്ന ഇടം ഹൃദയമാണ് എന്ന് പാപ്പ ഇവിടെ വ്യക്തമാക്കുകയാണ്. നാം ആയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അവിടെ അഭിനയമില്ല, കള്ളത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ അസ്തിത്വവുമൊക്കെ അവിടെ നമുക്ക് കണ്ടെത്താനാകും. ഹൃദയത്തിലാണ് അത് കണ്ടെത്താൻ കഴിയുന്നത്. ദൈവത്തിന് മുമ്പിൽ ഞാൻ ആരാണ് എന്ന ചോദ്യം ഉയരുന്നതും അവിടെയാണ്. ഞാൻ ആരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എന്ന ചോദ്യം വരുന്നു. ഇവിടെ മാർപ്പാപ്പ ഗ്രീക്ക് തത്വചിന്തയിലും മറ്റ് യുക്തികളിലും ലോകത്തിൻ്റെതായ ചിന്തകളിലും ആദർശവാദങ്ങളിലും ഭൗതികവാദത്തിലുമൊക്കെ ഹൃദയത്തിനും അതിൻ്റെ വിചാരങ്ങൾക്കും ഏറെ പ്രാധാന്യം ഇല്ല എന്ന് എടുത്തു കാട്ടുന്നുണ്ട്. തത്വചിന്തകർക്ക് മുന്നിൽ കാര്യകാരണങ്ങൾക്കും ഇച്ഛാശക്തിക്കും സ്വാതന്ത്ര്യത്തിനും ബുദ്ധിക്കുമൊക്കെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്നാൽ എന്നെ ഞാനാക്കുന്ന എൻ്റെ ആധ്യാത്മികതയ്ക്കും സ്നേഹബന്ധങ്ങൾക്കും പിന്നിൽ നിൽക്കുന്ന മറ്റുള്ളവരുമായി എന്നെ ബന്ധിപ്പിക്കുന്ന ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ രേഖയിൽ പാപ്പ നമ്മോട് പറയുകയാണ്. ഒരു സ്നേഹ സംസ്കാരം വീണ്ടും ഉണർന്നെണീക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ മാർപ്പാപ്പ സത്യത്തിൽ ചെയ്തിരിക്കുന്നത്. സ്വാർത്ഥത അതിജീവിക്കണമെങ്കിൽ ബന്ധങ്ങൾ ഹൃദയം കൊണ്ടുള്ളതാകണമെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു പ്രത്യേകമായ ചിന്തയുണ്ട്. ഈശോ സഭാ സ്ഥാപകനാണല്ലോ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള മാർപ്പാപ്പയും. അതിൽ അങ്ങേറ്റം അഗാധമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ആളായതുകൊണ്ട് ലേഖനങ്ങളിലൊക്കെ ആ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ബന്ധങ്ങൾ ഹൃദയം കൊണ്ട് നടത്തണം, ബുദ്ധി കൊണ്ടല്ല ബന്ധങ്ങളുടെ കാര്യം. പിന്നെ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനും ഈ ചിന്തകളിൽ
നാം അത് വായിക്കുന്നുണ്ട്. ഹൃദയത്തിനുള്ള പ്രാധാന്യം അതെല്ലാം ഈ രേഖയിൽ മാർപ്പാപ്പ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയത്തും കൊണ്ട് അറിയുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. അങ്ങനെ ചെയ്യുന്ന ദൈവ മനുഷ്യരായി നമ്മൾ മാറണമെന്നതാണ് മാർപ്പാപ്പ ഈ അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. സ്നേഹ സംസ്കാരം, സ്നേഹം വർദ്ധിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും വാക്കുകളും എന്ന നിലയിലാണ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത്. നമുക്ക് സമീപസ്ഥനായ, നമ്മോട് കരുണയോടെ ഇടപെടുന്ന, ആർദ്രതയുള്ള ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും വാക്കുകളും നമ്മിൽ ഉളവാക്കുന്നത് എന്ന് ഈ രണ്ടാം അധ്യായം നമ്മോട് പറയുന്നു. ദൈവം നമ്മോട് സമീപസ്ഥനാണ്, അങ്ങ് അകലെ നിൽക്കുന്നവനല്ല. അവൻ തന്നെ മനുഷ്യരൂപം കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ഈശോ. കരുണയോടെയാണ് അവൻ ഇടപെട്ടത് എന്നത് സുവിശേഷം നമ്മെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ആർദ്രതയുള്ള ഒരു ദൈവമാണ് അവിടുന്ന്. മനുഷ്യൻ്റെ വേദനയിൽ കരയുന്ന ഒരു ദൈവമാണ്. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നിറഞ്ഞതാണ് സുവിശേഷങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് പറയുകയാണ്. അവിടുന്ന് ഏതാനും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ അവിടുന്ന് വിളിക്കുന്നത് സ്നേഹിതരെന്നാണ്. ഒടുവിലത്തെ താഴെ സമയം, ഇനി ഞാൻ നിങ്ങളെ സ്നേഹിതരെന്നേ വിളിക്കുകയുള്ളൂ, സഹോദരന്മാരെന്നാണ് വിളിക്കുന്നത് എന്ന വാക്കുകൾ. സമരക്കാരി സ്ത്രീയോടുള്ള സംഭാഷണം, നിക്കോദെമോസിനോടുള്ള സംഭാഷണം, കണ്ടുമുട്ടൽ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള സമീപനം, അന്ധനായ മനുഷ്യൻ, ഇവരുടെ എല്ലാം കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്ഷമയുടെയും അംഗീകരിക്കലിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും ഒക്കെ മൂല്യങ്ങളാണ്. ഇതാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ്റെ നോട്ടത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നോട്ടമാണ്, ഹൃദയം അറിയുന്ന. അവന് മറ്റാരുടെയും സാക്ഷ്യം ആവശ്യമില്ല. യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവന് നമ്മുടെ ഉള്ളുകൾ, നമ്മിലുള്ളത് എന്താണ് എന്നറിയാം. ആ നോട്ടമാണ് രക്ഷിക്കുന്ന നോട്ടമായി തീരുന്നത്. വ്യക്തികളെക്കുറിച്ചും അതിലുപരി അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും ഈശോ എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് സുവിശേഷങ്ങൾ മുഴുവനും. അത് ഓരോന്നായി ഞാൻ ഈ പറഞ്ഞതെല്ലാം മാർപ്പാപ്പ എടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സാധാരണക്കാർ ശതാധിപനെ പോലെയുള്ള മനുഷ്യരിൽ നന്മകൾ കാണാതിരിക്കുമ്പോഴും, ചിലപ്പോൾ മറ്റുള്ളവരിൽ കാണുകയില്ല, ഈശോ അവരിലെ നന്മകൾ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 41 നമ്പറിലാണ് അത് പറയുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, ഈ ശതാധിപനെ പറ്റി പറയും, ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ ഇസ്രായേൽക്കാരിൽ ആരിലും കണ്ടിട്ടില്ല. ഉള്ളുകൾ അറിയുന്ന, ഉള്ളു കാണുന്ന ഹൃദയമാണ് ഉള്ളു കാണുന്ന ഒരു ഹൃദയമാണ് ഈശോയ്ക്കുള്ളത്. താൻ സ്നേഹിച്ചിരുന്ന ലാസറിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ഈശോയെ നാം കാണുന്നുണ്ട്, കരയുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. താൻ സ്നേഹിച്ചിരുന്നവൻ മൂലം സഹിക്കേണ്ടി വരുന്ന കുരിശിലെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉള്ളിൽ ഉണർത്തുന്ന വേദനയിൽ ഗെത്സമേൻ തോട്ടത്തിൽ അവൻ കരയുന്നത് നാം കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ക്രൂശിതൻ എന്നതിലാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം തന്നെ നമ്മൾ കാണുന്നത് എന്ന് പരിശുദ്ധ പിതാവ് വിശദീകരിക്കുകയാണ്. അതാണ് ഒരധ്യായം മുഴുവനും സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ ആ സ്നേഹപ്രവൃത്തികളെ നമ്മളിലേക്ക് സ്വന്തമാക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ഇനി മറ്റൊരു അധ്യായത്തിൽ പറയുന്നത് ഏറെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. ചാക്രിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ് അത് ചർച്ച ചെയ്യുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുണ്ടായ ചില ചിന്തകളാണ് മാർപ്പാപ്പ ഇവിടെ പങ്കുവയ്ക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഈ ചിന്തകളെല്ലാം മാർപ്പാപ്പ ക്രോഡീകരിച്ച് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. 12-ാം പീയൂസ് മാർപ്പാപ്പയുടെ തിരുഹൃദയ വണക്കത്തെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനം ഇവിടെ മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കം എന്നത്
ഹൃദയം എന്ന ഒരു ശരീരഭാഗത്തോടുള്ള പ്രത്യേക ആരാധനയോ ഭക്തിയോ അല്ല എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. അത് ഈശോയോടുള്ള വണക്കമാണ്, ഈശോയോടുള്ള ആരാധനയാണ്, ഈശോയെ തന്നെ ദൈവമായി അംഗീകരിക്കലാണ്, അവൻ്റെ സ്നേഹം അംഗീകരിക്കലാണ്. ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവത്തെ മാത്രമായി കണ്ടുകൊണ്ടുള്ള ഒരു ചിന്ത നല്ലതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനെയാണ് തിരുഹൃദയ വണക്കത്തിലൂടെ നാം ആരാധിക്കുന്നത്. അതാണ് പ്രധാനം. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനെയാണ് തിരുഹൃദയത്തിലൂടെ നാം ആരാധിക്കുന്നത്. മനുഷ്യഹൃദയം എന്നത് മാംസനിബിഡമായ ഒരു ശരീരഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവികമായ സ്നേഹവും കരുണയും നിറഞ്ഞ ഒരിടം എന്നതിനൊപ്പം, ഇത് രണ്ടുമുണ്ട് അവിടെ, ദൈവികമായ സ്നേഹവും കരുണയും നിറഞ്ഞ ഒരിടം എന്നതിനൊപ്പം മാനുഷികമായ സ്നേഹത്തിൻ്റെ ഒരിടം എന്ന അർത്ഥം കൂടി നാം അതിന് നൽകേണ്ടതുണ്ട്. ദൈവ മനുഷ്യനാണ് ഈശോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മാനുഷികമായ സ്നേഹവും ദൈവ മനുഷ്യൻ എന്ന നിലയിൽ, പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിലുള്ള ആ അവതരണമാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ വാക്കുകൾ പറയുന്നുണ്ട്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യം മാർപ്പാപ്പ അവിടെ അവതരിപ്പിക്കുമ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 3 വശങ്ങളുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു കാട്ടുന്നു. 3 തരത്തിലുള്ള സ്നേഹം. അവൻ്റെ ഹൃദയത്തിൻ്റെ വൈകാരികമായ ആ സ്നേഹം, വികാരങ്ങൾ, അവൻ്റെ ആധ്യാത്മിക സ്നേഹം, മാനുഷിക ദൈവിക ഭാവങ്ങൾ എന്നിവയൊക്കെ അവിടെ എടുത്തു കാട്ടുന്നുണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. അത് വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് വേണ്ടി വിശകലനം ചെയ്യുകയാണ്. പരിമിതികൾ നിറഞ്ഞ ഒരിടത്ത് അപരിമിതമായ ഒരു സ്നേഹം നാം അവിടെ കണ്ടെത്തുന്നു എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുന്നു. മാനുഷിക ദൈവിക സ്നേഹങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഇടമെന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം വിശ്വാസികളുടെ വണക്കത്തിന് പ്രത്യേകം യോഗ്യമാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു ചിന്തയ്ക്ക് ആഴം കൂട്ടുന്ന ഒരു പ്രസ്താവന മാർപ്പാപ്പയുടെ ഈ രേഖയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ ഹൃദയം മുഴുവൻ സുവിശേഷത്തിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപമാണ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈശോയുടെ ഹൃദയം മുഴുവൻ സുവിശേഷത്തിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപമാണ്, അതിൻ്റെ ചുരുക്കമാണത്. ആ അർത്ഥത്തിലാണ് തിരുഹൃദയത്തെ നമ്മൾ ആരാധിക്കുന്നത്, വണങ്ങുന്നത്. ദൈവസ്നേഹത്തിനായുള്ള മനുഷ്യരുടെ ദാഹം തീർക്കുന്ന, അവരെ കഴുകി വിശുദ്ധരാക്കുന്ന ഉറവയാണ് ഈശോയുടെ ഹൃദയം. പിന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമങ്ങളുടെയും സഭാചരിത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ അവതരിപ്പിക്കുന്ന ഒരാശയം, മനുഷ്യരുടെ ദാഹം തീർക്കുന്ന, അവരെ കഴുകി വിശുദ്ധമാക്കുന്ന ഉറവയാണ് ഈശോയുടെ ഹൃദയം എന്ന ചിന്തയാണ്. പഴയ നിയമത്തിലെ സക്രിയായുടെ പുസ്തകത്തിൽ ദൈവസ്നേഹത്തിനായുള്ള ജനത്തിൻ്റെ ആഗ്രഹം ശമിപ്പിക്കുന്ന, അവരെ ശുദ്ധരാക്കുന്ന ഉറവയായാണ് ദൈവം തന്നെ അവതരിപ്പിക്കുന്നത്. ഈ ചിന്തകളെല്ലാം മാർപ്പാപ്പയോടെ വായിക്കും. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ഏറെ ധ്യാനിക്കാനും പഠിക്കാനും ജീവിതത്തെ നവീകരിക്കാനും ഉതകുന്ന ചിന്തകളാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തിനായുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ആത്മാവിൻ്റെ ജലത്തിൻ്റെ ഉറവയാണ് ഈശോയുടെ മുറിവേറ്റ തിരുഹൃദയത്തെക്കുറിച്ച് ക്രൈസ്തവ സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നും മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദൈവവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ ഇടമായാണ് തിരുഹൃദയ വണക്കത്തെ അഗസ്തീനോസ് പുണ്യാളൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ തിരുമുറിവിനെ അവൻ്റെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തിരുമുറിവിനെ ഹൃദയവുമായി രണ്ടും കൂടെ ഒന്നിപ്പിക്കുന്നു. ആ മുറിവേറ്റ ഹൃദയമാണല്ലോ ആ തിരുഹൃദയ രൂപത്തിൻ്റെ ചിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. ജീവൻ്റെയും ആന്തരിക സമാധാനത്തിൻ്റെയും ഇടമായ
ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പല വിശുദ്ധരും പറഞ്ഞിട്ടുള്ളത് മാർപ്പാപ്പ ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഫ്രാൻസിസ് സാലസിനെ മാർപ്പാപ്പ കൂടുതലായി ഉദ്ധരിക്കുന്നുണ്ട്. തിരുഹൃദയ വണക്കവുമായി ബന്ധപ്പെട്ട പേരുകളിൽ പ്രധാനപ്പെട്ട ചിലത് മാർപ്പാപ്പ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക്, ഈശോ പ്രത്യക്ഷപ്പെട്ട തിരുഹൃദയത്തിൻ്റെ ആ ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് ഈ വിശുദ്ധയോടാണല്ലോ, മാർഗരിത്ത മറിയത്തോടാണല്ലോ. പിന്നെ ലിസിബിലെ വിശുദ്ധ ത്രേസ്യ, കൊച്ചു ത്രേസ്യയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇഗ്നേഷ്യസ് ലയോളയെ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട് ആ തിരുഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ. വിശുദ്ധ പൗസ്തീന, നമുക്കറിയാം കരുണക്കൊന്തയുടെ ഉപജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയാമല്ലോ, അവളുടെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. മാർപ്പാപ്പ ഈ രേഖയിൽ പറയുന്ന ഏതാനും വിശുദ്ധരാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ പ്രബോധനങ്ങൾ, വാക്കുകൾ നമുക്ക് നല്ലതാണ്. 1673 ഡിസംബറിനും 1675 ജൂണിനും ഇടയിലാണ് നമുക്ക് അറിയാം ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എന്നത് നമ്മളറിയാം. പ്രത്യേകിച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ കാര്യമാണ്. അവൾക്ക് ഈശോയുടെ ദർശനങ്ങൾ ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിലാണ്. മനുഷ്യരോടുള്ള തൻ്റെ സ്നേഹം വെളിവാക്കുവാനായി തന്നെ ശൂന്യമാക്കുകയും വ്യയം ചെയ്യുകയും ഒന്നും സ്വന്തമായി മാറ്റിവെക്കാതിരിക്കുകയും ചെയ്ത ഹൃദയം എന്നാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ ഫൗസ്തീന പറയുന്നത്. നോക്കിക്കേ, ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം തന്നെയാണത്. നമ്മോടുള്ള സ്നേഹം വെളിവാക്കാനായി സ്വയം ശൂന്യമാക്കി, സ്വയം ഇല്ലായ്മ ചെയ്തു, ഒന്നും സ്വന്തമായി മാറ്റിവെച്ചില്ല. അതാണ് തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഫൗസ്തീനായുടെ വാക്കുകൾ. തൻ്റെ ഹൃദയത്തോട് ചേർന്ന് മിടിക്കുന്ന ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചാണ് ലിസിബിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ ഈശോയുടെ താളത്തോട് ചേർന്ന് തൻ്റെ ഹൃദയത്തെ ചേർത്ത് വെച്ചവളാണ് കൊച്ചു ത്രേസ്യ. ഇത് മനോഹരമാണ്, ഒരു വലിയ അനുഭവമാണ്, ഒരു ആത്മീയ അനുഭവമാണ്, ആധ്യാത്മികമാണ്, മിസ്റ്റിക്കലായിട്ടുള്ള അനുഭവമാണ്. ഇതെല്ലാം ഈ വിശുദ്ധർക്ക് കരഗതമായി അതെല്ലാം മാർപ്പാപ്പ ഈ രേഖയിൽ നമ്മുടെ പരിചിന്തനത്തിനായി അവതരിപ്പിക്കുകയാണ്. ഈശോ സഭയുടെ ചരിത്രത്തിൽ, മാർപ്പാപ്പ ഈശോ സഭ അംഗമായതുകൊണ്ടാണ് ചരിത്രത്തിൽ തിരുഹൃദയ വണക്കവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളും മാർപ്പാപ്പ തൻ്റെ ഈ ചാക്രിയ ലേഖനത്തിൽ എടുത്തു കാട്ടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ധ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന അവസരത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള സംഭാഷണം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെപ്പറ്റി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുന്നതിനെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നുണ്ട്. ധ്യാനത്തിൽ ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈശോ സഭയെ 1871 സെപ്റ്റംബറിൽ ഫാദർ പീറ്റർ ഇയാൻ ബെക്സും 72 ഫാദർ പേദ്രോ അറുപ്പേയും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചും മാർപ്പാപ്പ ഇവിടെ എഴുതുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങൾ. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ജീവിതത്തെക്കുറിച്ചും ദൈവിക കാരുണ്യത്തെക്കുറിച്ചുമാണ് വിശുദ്ധ ഫൗസ്തീന കൂടെ പറയുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വിചിന്തനങ്ങളിലും തിരുഹൃദയ ഭക്തിയും ദൈവിക കാരുണ്യവുമൊക്കെ കടന്നു വരുന്നുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മുറിവേൽപ്പിക്കപ്പെട്ട ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകുന്ന അനന്തമായ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നാം സ്നേഹം മൂലം കർത്താവ് കടന്നു പോകുന്ന സഹനങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഈ ചാക്രിയ ലേഖനം നമ്മോട് പറയുകയാണ്. ദൈവത്തിൽ നിന്ന് ആശ്വാസം നേടുന്നത് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് സ്വാന്തനമാകാനുള്ള നമ്മുടെ കടമയെക്കുറിച്ച് കൂടി നമ്മെ ബോധവാന്മാരാക്കുന്നുണ്ട്. സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് കാണിക്കുന്ന ഭക്തിയുടെ ബഹിർ പ്രകടനമായി അത് എടുക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹത്തിനായുള്ള സ്നേഹം, അവസാന അധ്യായം അതാണ് നമ്മൾ കാണുന്നത്. തിരുഹൃദയ വണക്കവും ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട് സാമൂഹിക തലമാണ് മാർപ്പാപ്പ ഇവിടെ വിശകലനം ചെയ്യുന്നത്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ മേല. അതാണ് രണ്ടും ഒന്നിപ്പിച്ച് വെച്ചിരിക്കുന്നു സുവിശേഷങ്ങളിൽ എന്നതുകൊണ്ടാണ്. ഈശോയുടെ തിരുഹൃദയത്തിലുള്ള യഥാർത്ഥ വണക്കം നമ്മെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്നതിനോടൊപ്പം
നമ്മുടെ സഹോദരീ സഹോദരന്മാരിലേക്ക് കൂടി നയിക്കുമെന്ന് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന കാര്യം വീണ്ടും ശക്തമായി ഇവിടെ ആവർത്തിക്കുകയാണ്. നമുക്കായി അവൻ നൽകുന്ന സ്നേഹത്തെ പ്രതി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉന്നതമായ പ്രവൃത്തികളിലൊന്ന് നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള സ്നേഹമാണ്. ഈ ഒരു സ്നേഹ മാതൃകയായി മാർപ്പാപ്പ വീണ്ടും ചാൾസ് ദ ബുക്കോയെ എടുത്തു കാട്ടുന്നുണ്ട്, ഹൃദയം പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതിനെക്കുറിച്ച്. അപ്പോൾ മനോഹരമായൊരു ചാക്രിക ലേഖനമാണിത്. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനമാണ്. നമ്മെ കൂടുതൽ സ്നേഹോന്മുഖരാക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു ചാക്രിക ലേഖനമാണിത്. വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അത് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെ ചൈതന്യത്തിലാണ് നാം. ക്രിസ്മസിൻ്റെയും പുത്തനാണ്ടിൻ്റെയും എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശവുമായി കാണാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.